നന്ദിയോടെ സ്തോത്രം. ദൈവത്തിനായ ക്രിസ്തുയേശുവിന്റെ പുണ്യനാമത്തിൽ തിരുസന കഴിച്ചിരിക്കുന്ന പ്രാർത്ഥന കൃപയോടെ തിരുസനിൽ കേട്ട് ഉത്തരവുള്ളവനെ. സന്തോഷമുള്ളവരും കരമതി കർത്താവിന്റെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രാർത്ഥന ദിവസിരിക്കാമല്ലോ. ആമേൻ. സ്തോത്രം ചെയ്യുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ദൈവവചനത്തിന്റെ ആഴങ്ങൾ, മാധുര്യം അത് തിരിച്ചറിയുമ്പോൾ, അതിന്റെ മർമ്മങ്ങൾ വെളിപ്പെടാൻ കണ്ണുകൾ തുറക്കുമ്പോൾ ഒരു യുറേക്ക അനുഭവം പോലെ അവൻ യുറേക്ക എന്ന് പറഞ്ഞ് അവൻ ഓടിയത് പോലെ അവൻ സ്വന്തം ചെയ്യുന്നു. ആരാ യുറേക്ക എന്ന് പറഞ്ഞ് ഓടിയത്? വൺ ഓഫ് ദി സയന്റിസ്റ്റ്. അവൻ സ്വന്തം അല്ലേ യുറേക്ക എന്ന് പറഞ്ഞ തുണി കൊണ്ടൊന്നും ഒന്നും ഓർക്കാതെ ഓടിയത് പറഞ്ഞ പോലെ അവൻ സ്വന്തം വചനത്തിന്റെ, അതുകൊണ്ട് ബൈബിൾ പറയുന്നു, നിന്റെ വചനത്തിന്റെ വികാസനം പ്രകാശപ്രദമാകുന്നത് അല്പബുദ്ധി എന്താക്കുന്നു? ജ്ഞാനിയാക്കുന്നു. നീ അല്പബുദ്ധിയുള്ളവനായിരിക്കും. എന്നാൽ ബൈബിളിലെ സീക്രട്സ് റിവീൽഡ് ആകുമ്പോൾ യു ബിക്കം സോ വൈസർ. ഹല്ലേലൂയ. നിന്റെ അധ്യാപകന്മാരെക്കാൾ, നിന്റെ അവൻ സ്വന്തം പ്രൊഫസർമാരെക്കാളും ജ്ഞാനമുള്ളവനാക്കി വചനം നിന്നെ മാറ്റും. സമയമില്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഈ വർഷം പറഞ്ഞ വചനം ഒന്നായി പറക്കാൻ പെട്ടെന്ന് ആഗ്രഹിക്കുന്നു. പലപ്പോഴും സമയമില്ല. നമ്മൾ ഈ വർഷം ആരംഭിച്ചത് എഫിഷ്യൻസിൽ നിന്നാണ്. ഈ മാസവും എഫിഷ്യൻസിൽ നിന്നുകൊണ്ട് ഈ ചിന്തകൾ ചിന്തിക്കണമെന്ന് ആഗ്രഹമാണ്. ജോസ് പാസ്റ്റർ വായിപ്പാനിടയായി തീർന്നു. നമ്മുടെ ഒരു ഉപവാസ പ്രാർത്ഥന മറ്റോ താൻ വചനം ഷെയർ ചെയ്തപ്പോൾ അവൻ എഫെസ് ലേഖനം 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ എഫെസോസിലെ ബലീവേഴ്സിനെ കുറിച്ച് പ്രേ ചെയ്യുന്ന ഒരു പ്രേരണയുള്ള ബന്ധത്തില് നമ്മൾ ഒന്ന് വായിച്ചു കേൾക്കാനിടയായി. എന്നാൽ നമുക്ക് ഈ വർഷം ദൈവം നമ്മളോട് പറഞ്ഞത് എഫിഷ്യൻസ് 4-ന്റെ 15-ഉം 16-ഉം ആയിരുന്നു കീ വേഴ്സ്. എന്നാൽ നമ്മളത് ഏകദേശം വി സ്റ്റാർട്ടഡ് ടു റീഡ് ഇറ്റ് ഫ്രം 11 ഓൺവേഴ്സ്. ചർച്ചിന് ദൈവം ചില ഓഫീസസ് കൊടുത്തു. എന്തിനു വേണ്ടിയാണ് അവർ ഓഫീസസ് ആക്കിയത്? ചുമ്മാ സിംഹാസനത്തിൽ ഇരുന്നാൻ വേണ്ടിയല്ല. ഇന്ന് അനേക ഭദ്രാസനങ്ങളും സെൻട്രൽ പാസ്റ്റർഷിപ്പും ബിഷപ്പും ഒത്തിരി ചിലപ്പോൾ അപ്പോസ്തലന്മാർ വരെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ചെയ്യുന്ന പൊസിഷൻസും സ്ഥാനക്കയറ്റങ്ങളും ഒക്കെ കൊടുത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ ഞാൻ ആരാണ്ടെന്ന് പറഞ്ഞെല്ലാം ചൂടി വെച്ചോണ്ട് വാഴാനല്ല ദൈവം അവരെ ആക്കിയത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്തിനാന്ന് ബൈബിൾ വായിക്കുമ്പോൾ ലെറ്റ്സ് റീഡ് ഫ്രം 11 onwards. And he gave some to be apostles, some prophets, some evangelists, some pastors and teachers. Why did God give them? സ്വന്തം ബൈബിൾ വായിക്കുമ്പോൾ അടുത്ത് പറയുന്നു, for perfecting of the saints. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ചിലരെ ഉപദേഷ്ടാക്കന്മാരും ആയി നിയമനം, അപ്പോയിന്റ്മെന്റ് ഇൻ ദ ചർച്ച്. But there is no priesthood. നമ്മള് ഹീബ്രൂസിനോട് കുടുംബപ്രാർത്ഥന വായിച്ചു വരിക. That has made obsolete. എന്നിട്ട് നമ്മെ അവൻ രാജകീയ പുരോഹിതമാക്കി, വർഗമാക്കി. He became the chief high priest. ഇനിയൊരു ഹൈ പ്രീസ്റ്റിനെ ആരെങ്കിലും വാഴിച്ചാൽ you are doing against God's will. ആ പുതിയ നിയമം ന്യൂ ടെസ്റ്റ്മെന്റ് എങ്ങനെ അവൻ സ്ഥാപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ with his blood. അതിനുവേണ്ടിയാണ് യേശു മരിക്കേണ്ടി വന്നത്. ഒരു വില്ല് പുതിയ ടെസ്റ്റ്മെന്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി വില്ല് എഴുതി വെച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആമേൻ. അത് ഉറപ്പാകുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവനോടെ ഞാൻ ഇരിക്കുമ്പോൾ അതിന് ഒരു ഉറപ്പില്ല. എനിക്ക് എപ്പോ വേണമെങ്കിലും മാറ്റാം. അപ്പൊ കേരളം എന്നെ അനുസരിക്കുന്നില്ല. അവൻ ഇഷ്ടം എന്നാ ഞാൻ എനിക്കുള്ളതെല്ലാം കൂടി ഞാൻ ആർക്ക് കൊടുക്കാന്ന് പറയും? കൃഷ്ണ കൊടുക്കാന്ന് പറയും. എനിക്ക് മാറ്റി എഴുതാം. ഇല്ലല്ലേ, ഇവർ രണ്ടുപേർക്ക് ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ സ്റ്റേറ്റിന് എഴുതി കൊടുക്കാന്ന് പറയും. അല്ലേ? ജീവനോടിരിക്കും എനിക്ക് ആ വില്ല് ഏത് സമയത്തും മാറ്റാം. എന്നാൽ നിയമകർത്താവ് ഈശോനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കൃപയുടെ നിയമം അവൻ എഴുതി, സ്നേഹത്തിന്റെ നിയമം അവൻ എഴുതി, സബ്സ്റ്റിറ്റ്യൂഷൻ നിനക്ക് വേണ്ടി മറുവിലയായി കൊടുക്കുന്ന പുതിയ നിയമത്തിന്റെ രേഖ അവൻ എഴുതി. ന്യായപ്രമാണം തെറ്റല്ല, പാപമല്ല. പക്ഷെ നമ്മുടെ സ്വഭാവം, ജഡത്തിന്റെ സ്വഭാവം നിമിത്തം അത് നമ്മെ സഹായിക്കാൻ കഴിയാതെ യൂസ്ലെസ് ആയിട്ട് മാറിയപ്പോൾ ദൈവം തന്നത് ന്യായപ്രമാണം. പൗലോസ് പറയുന്നതിൽ പാപമില്ല. ദാറ്റ്സ് ട്രൂത്ത്, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് എവറിത്തിങ് ഗുഡ്. പക്ഷെ പ്രശ്നമുള്ളൂ, അതിൽ ഒന്ന് നീ തെറ്റിയാൽ എല്ലാത്തിലും ചെയ്തു ഗോൺ. എന്നാൽ പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിലെ എല്ലാ കാര്യങ്ങളും വാസ് പോയിന്റിംഗ് ടു ദ വേർഡ് വിച്ച് ഇസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ടുപലകയായിരുന്നു പഴയ നിയമത്തിലെ ഓരോ വചനങ്ങളും. ഷാഡോ എന്നാണ് പറയുന്നത്. ഷാഡോ
ഞാൻ ചോദിക്കട്ടെ, ഷാഡോയ്ക്കാണോ? ഇപ്പൊ ഇവിടെ എന്റെ കൈ കാണാം, ഷാഡോ അവിടെ വീഴുന്നുണ്ട്. ആ ഷാഡോയ്ക്കാണോ വില, എന്റെ കൈക്കാണോ വില? അപ്പൊ റിയൽ ആയിട്ടുള്ള ഈശോ അവൻ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഷാഡോ ഹാസ് നോ വാല്യൂ. വീണ്ടും ഷാഡോയിലോട്ട് പോയി കഴിഞ്ഞാൽ യു ആർ റിജക്ടിങ് ദ റിയൽ വൺ. യു നോട്ട് ഈവൻ. അവൻ സ്വന്തം ഫിലിപ്പോസിന്റെ വീട്ടിൽ മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാം ഉണ്ട്. ഫിലിപ്പോസ് അക്കൾ അവരുടെ പയറ് പോലെ ഇരിപ്പുണ്ട്. പക്ഷെ ഫിലിപ്പോസ് അക്കളുടെ ഒരു ഷാഡോ, ഒരു ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്, പുള്ളിയുടെ ഷാഡോ. മക്കളും കൊച്ചുമക്കളെല്ലാം ഫോട്ടോയുടെ അപ്പച്ചനോട് പയറ് പോലെ ഇരിക്കുക, അപ്പച്ചനോട് അപ്പച്ചുമായിട്ട് ആരും കണക്ഷൻ ഇല്ല. ഫോട്ടോയുടെ മുമ്പിൽ പോയി ഭയങ്കര സ്നേഹം കാണിക്കുക. ഫിലിപ്പോസ് ഹാപ്പി ആവോ? ഇറ്റ്സ് എ റിയൽ ബിലീവർ. ഞാൻ എന്റെ വീട്ടിൽ പയറ് പോലെ എന്റെ അടുക്ക വരുന്നില്ല, അവര് പോയി ട്രഡീഷൻസ് അതിനോട് കാണിക്കുക, ഷാഡോയുടെ റിപ്പോർട്ട് കാണിക്കുക. ഇന്ന് റിയലായ യേശു നമ്മുടെ മധ്യയിൽ വചനമുണ്ട്. അപ്പോൾ ക്രൈസ്റ്റിന്റെ റെവലേഷനെ കാണിച്ച പ്രീസ്റ്റ്ഹുഡ് എല്ലാം കാണിച്ച ക്രൈസ്റ്റ് ദ പ്രീസ്റ്റിനെ കാണിച്ചത്, ഹൈ പ്രീസ്റ്റ്. പക്ഷെ പുതിയ ഹി മേഡ് us royal priesthood. നമ്മളെല്ലാം പുരോഹിതന്മാരാണ്. നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയെന്ന് ഇവൻ അപ്പോസ്തലൻ പറയുക. അവൻ സ്വന്തം വെളിപ്പാട് പുസ്തകത്തിൽ, അവൻ സ്വന്തം പൗലോസ് പറയുന്നു, പത്രോസ് പറയുന്നു, നാമോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത ലൈറ്റിലേക്ക്, പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. See, why did God call you? ചിലർ വിചാരിക്കുന്ന ചിലർക്ക് കോളിംഗ് ഉണ്ട് പാസ്റ്റർഷിപ്പ് പ്രേച്ച് ചെയ്യാൻ. സഹോദരൻ, അങ്ങനെയല്ല. പൊസിഷൻസ് ഉണ്ട് നിനക്ക്, ആർക്ക് വിഷയം. യു ആർ കോൾഡ് ടു സ്പീക്ക് അബൌട്ട് ഹിം ഓൾവേസ്. ഇന്ന് ടീച്ചിങ് ഒക്കെ ഒത്തിരി വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചേക്കുക. പിന്നെ എല്ലാവർക്കും വന്ന് ഞാൻ പാസ്റ്റാകുന്ന കാര്യമല്ല, ചെറിയ മിനിസ്റ്റർ പാസ്റ്റാകുന്ന പാസ്റ്റർ. യു സ്പീക്ക് അബൌട്ട് ഹിം. യു ആർ എ പ്രീസ്റ്റ് ഓഫ് ഹിം. നിനക്ക് എപ്പോഴും അവനെ കുറിച്ച് പറയാനാണ് കഴിയേണ്ടത്. അതുകൊണ്ടാ പത്രോസ് പറയുക, നിങ്ങളോ ഡാർക്ക്നെസ്സിൽ നിന്ന് തന്റെ അവൻ വണ്ടർഫുൾ ലൈറ്റിലേക്ക് വിളിച്ച നിങ്ങളുടെ ദൈവത്തിന്റെ ആ ക്യാരക്ടറിനെ കുറിച്ചും ബ്യൂട്ടിയെ കുറിച്ചും അവന്റെ സ്വഭാവ ഗുണവിശേഷങ്ങളെ കുറിച്ചും അവൻ സ്വന്തം ചെയ്യുന്നു വർണ്ണിക്കാൻ, സംസാരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട അവൻ ആരൊക്കെയാണ്? രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. യു ആർ എ നേഷൻ ഫോർ ദാറ്റ്. അവൻ സ്വന്തം രാജകീയ പുരോഹിത വർഗം, റോയൽ പ്രീസ്റ്റ്ഹുഡ് അവൻ സ്വന്തം ചെയ്യുന്നു. പിന്നെ വിശുദ്ധ വംശം, ഹോളി സെയിന്റ്സ് ആൻഡ് സ്വന്തം ജനം, ഹിസ് ഓൺ പീപ്പിൾ. എന്തിനാ? വർണ്ണിക്കാൻ. Let your mouth be open always to talk about him. അവൻ സ്വന്തം ഏതു നേരവും ഓപ്പൺ ചാടി വീണോണ് യേശുവിനെ കുറിച്ച് പറയാൻ. സ്കില്ല് നിനക്ക് കാണുന്നു. Who cares about your skill? നീ ഏറ്റവും സ്റ്റാർട്ടായിട്ട് നടക്കാൻ നിനക്ക് നന്നായിട്ട് വചനം പറയാനോ അല്ലെങ്കിൽ പ്രസംഗശൈലി വേണ്ട, കർശനലി വേണ്ട. നീ യേശുവിനെ പറഞ്ഞാൽ മതി. How God has led you. അതിനുവേണ്ടി നമ്മെ ആക്കി വെച്ചിരിക്കുക. അപ്പം അവൻ ഇവിടെ നാം വായിക്കുമ്പോൾ നാം വന്നത് ഫസ്റ്റ് ഇതിനകത്ത് നമ്മള് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ അവൻ ചില പൊസിഷൻ ചർച്ചിലാക്കി. എന്തിനാണ് അത്? നാം എല്ലാവരും, എവറി വൺ ഓഫ് ദ ബിലീവേഴ്സ്, വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും വണ്ണസും തികഞ്ഞ പുരുഷത്വവും ബോൾഡ്നെസ്സും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. റീഡ് ഇൻ ഇംഗ്ലീഷ്. എങ്ങനെയാണ് പറയുന്നത്? ഫോർ ദ പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ് അൺടു ദ വർക്ക് ഓഫ് മിനിസ്റ്ററിംഗ് അൺടു ദ ബിൽഡിംഗ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എന്തിനാ വിളിച്ചത് എന്ന് പറഞ്ഞ ഇന്ന് നല്ലൊരു ശതമാനം ആൾക്കാർ എന്ത് ചെയ്യുന്നു? ട്രെയിൻ ചോദിച്ചേക്കാം, നീ ഞങ്ങളുടെ ചർച്ച ഇരുന്നോ? അങ്ങനെ അവർക്ക് വിഷയം പൈസ വരണം, അവർക്ക് അജണ്ടയുണ്ട്, അവരുടെ പ്ലാൻ ഉണ്ട്. എന്നിട്ട് പറയാം, ഓക്കെ ചില ഗ്രൂപ്പ്സ് അങ്ങനെ ഇട്ടാ ബൈബിൾ പറയും യു ഗോ. നീ തമ്പടിച്ചോടത്തിരിക്കാനല്ല. എന്തുകൊണ്ടാ പെർസിക്യൂഷൻ ജെറുസലേമിൽ ദൈവം അയച്ചത്? ബിക്കോസ് ദീസ് അപ്പോസ്റ്റൽസ് വർ നോട്ട് ലീവിംഗ് ദാറ്റ് പ്ലേസ്. ആള് കൂടി വന്നു, എല്ലാവരും കൊണ്ട് കാഴ്ച വെച്ച് പൈസയുണ്ട്. അതുകൊണ്ട് ദൈവം പെർസിക്യൂഷൻ അയച്ചു. സ്റ്റീഫനെ കൊന്നു. അന്നേരമാ ചെറിയത്. അന്നേരം ഫിലിപ്പ് പോയി സമറിയയിൽ പ്രീച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവിടെ പറയുന്ന എന്തിനു വേണ്ടിയാണ് ഈ അപ്പോസ്റ്റൽസൊക്കെ ആക്കിയത്? പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ്. സെയിൻസ് നമ്മളെല്ലാം വിശുദ്ധന്മാരാ. പോപ്പല്ല എന്നെ വിശുദ്ധനാക്കുന്നത്. അത് തന്നെ തെറ്റായ വചനം പഠിപ്പിക്കില്ല. ഇന്ന് പകൽക്കാലം ഒരു ഡിനോമിനേഷൻ പറയുകയല്ല, വി ആർ ഓൾ ക്രിസ്ത്യൻസ്. നീ യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ ക്രിസ്തു വിശ്വാസികളാണ്.
ഞാൻ പെന്തക്കോസ്തുകാരെ ഉയർത്തുന്നവനല്ല. I never told about Pentecostal. That is a man-made organization. യേശു പെന്തക്കോസ്തു ഒരു സഭ ഉണ്ടാക്കിയിട്ടില്ല. എന്റെ പുറകെ യേശുവിന്റെ പുറകെ വരാനേ വിളിച്ചിട്ടുള്ളൂ. ഇത് കത്തോലിക്കനാണെങ്കിലും നീ ഓർത്തഡോക്സുകാരനാണെങ്കിലും I don't care which denomination, അത് ബെറാക്കാരനാണെങ്കിലും there is nothing like that. Christ did not even make anything like that. It's all human organization when you're in this world. ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ചർച്ച എന്ന് പറയുന്നത് വിളിച്ച് സെപ്പറേറ്റ് ചെയ്ത ഒരു ആൾക്കാരുടെ കൂട്ടമാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹം. എന്തിനു വേണ്ടിയാ? അതിനുവേണ്ടി ഇവിടെ പറയുന്ന അവന്റെ മഹിമ കണ്ട സാക്ഷിയാകാൻ. പീറ്റർ പറയുമ്പോൾ നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശം വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ട ജാതി ആമേൻ സ്വന്തം ചെയ്യുന്നു. രാജകീയ പുരോഗതവർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. എന്തുവാ നിന്റെ അൾട്ടിമേറ്റ്? proclaim the goodness of the Lord. ദൈവത്തിന് മരണം ഈ ലോകത്തോട് അറിയണം. അറിയാത്തവരോട് പോയി പറയണം. പാസ്റ്റർ പറഞ്ഞോട്ട് പ്രീച്ചർ അതല്ല. നോ, ഇറ്റ്സ് യു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയണം. അത് നിന്റെ ബന്ധുവിനോട്, നിന്റെ അനിയനോട്, അപ്പനോട്, അമ്മയോട്, നാട്ടുകാരോട്, ഡെവലപ്മെന്റ് ഉള്ളവരോട്. അവൻ അതിനുവേണ്ടി എക്യുപ്പ് ആക്കാൻ വേണ്ടിയാണ് ഈ പൊസിഷൻ ചർച്ചിലാക്കിയത്. അതുകൊണ്ട് എന്തിനാ അവിടെ പറയുന്നു അമേൻ സോ ഫോർ ദ പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ്. ഫോർ വാട്ട്? unto the work of ministry. അമേൻ സോ unto the building of the body of Christ. ക്രിസ്തുവിന്റെ സഭയെ ബോഡി ഓഫ് ക്രൈസ്റ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. ഗ്രോത്ത് എന്ന് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആൾ പൊസിഷൻ തന്നിരിക്കുന്നതിനാ till we attain unto the unity of faith. വിശ്വാസത്തിന്റെ തികവ്, ഐക്യത പ്രാപിക്കുമ്പോഴും നാം വളരാൻ വേണ്ടി. And also of the knowledge of the Son of God, unto a full grown man. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യനാകാൻ വേണ്ടി. ഗ്രോത്ത്. അതിനു വേണ്ടിയാണ് പൊസിഷൻ. unto the measure of the stature of the fullness of Christ. ക്രിസ്തുവിന്റെ വളർച്ചയുടെ സമ്പൂർണ്ണതയായി ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ അളവ് പ്രാപിക്കുമ്പോഴും. എന്തിനു വേണ്ടിയാ? that we may no longer be children. വീണ്ടും എന്നും കുഞ്ഞുങ്ങളായിരിക്കാതെ എന്നാ tossed to and fro and carried about with every wind of doctrine. ഓരോ ഉപദേശത്തിലും അത് ശരിയായി ഇത് അങ്ങനെ ഓടാതിരിക്കാൻ. that you may know why God called you, what is the teaching of the church. ഇനി അടുത്തത് അഭിസംബോധന ചെയ്യുന്നു by the slay of men in craftiness after the wine offerer. മലയാളത്തിൽ വായിക്കുമ്പോൾ ഇത് കർത്താവ് നമുക്ക് തന്നേക്കുന്നത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ. മനുഷ്യന്റെ ഉപായം ചതിക്കുന്ന ഒരു വലിയ സമൂഹം, അവന് വളരാൻ വേണ്ടി ഒരു സമൂഹം ഉണ്ടാക്കി വെക്കുക, അവന് പെർഫോം ചെയ്യാൻ വേണ്ടി. എന്റെ കർത്താവ് അങ്ങനെ ചെയ്തിട്ടില്ല. അവന്റെ ലക്ഷ്യം യു ഗോ ആൻഡ് ടെൽ ദിസ് ഗോസ്പൽ. നിന്റെ സർക്കിളിനകത്ത് പറയാനുള്ളതല്ല. ചിലരുണ്ട് ആ സർക്കിളിന് പുറത്തു പോകാൻ സമ്മതിക്കത്തില്ല. Let the word spread. ഞാൻ എന്റെ ഒരു ആഗ്രഹം ഇവിടെ വരുന്ന എല്ലാവരും ഇവിടെ വീടുകളിൽ ചർച്ച ഉണ്ടാകുന്നുണ്ട്. സ്പീക്ക്. വിളി 2-3 വരെ ഇവിടെ വന്നത് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? The gospel has to spread. സത്യസുവിശേഷം പറയണം. അത് വിടുതലും സൗഖ്യം അതല്ല. അതുകൊണ്ട് വേണ്ടതെല്ലാം കർത്താവ് തരും നിനക്ക് വേണ്ടത്. പക്ഷേ കഷ്ടങ്ങളിൽ കൂടി തികഞ്ഞവരാകണം എന്നുള്ള സത്യസുവിശേഷം പഠിപ്പിക്കാൻ. That is why God has called us for. താഴെ വായിക്കുമ്പോൾ നമ്മൾ വീണ്ടും 15 പോകും. അങ്ങനെയാണ് 14th verse. അങ്ങനെ നാം മനുഷ്യരുടെ ചതികളിലും ഉപായങ്ങളിലും. ഞങ്ങളുടെ ഇന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. പോളവിനെ പറഞ്ഞു ഉദാസീനതയുടെ അലംഭാവത്തോടു കൂടിയുള്ള ദൈവഭക്തി വലിയ ആദായ മാർഗമാണ്. ഒത്തിരി പേര് ഈ വചനത്തിന്റെ ട്രൂത്ത് ഗ്രഹിക്കാതെ അലംഭാവത്തോടെ ദൈവഭക്തിയെ മാറ്റിയിട്ട് അവരുടെ സാമ്രാജ്യ വർധനയ്ക്ക് വേണ്ടി ശ്രമിക്കും. അനേകരും അതിൽ വീണുപോകാൻ കാരണം ഈ സുവിശേഷം വ്യാപിക്കണമെന്നുള്ള കൊതി. പോ എന്റെ അടുക്ക വന്ന് വട്ടവരിക്കണം, നീ പോയി പറയണമെന്ന് വളർത്താതെ അവന്റെ സാമ്രാജ്യത്തിൽ ഒരുത്തൻ പാരയാകുന്ന കണ്ട് അവരെ സെക്യൂർ ആക്കാൻ വേണ്ടി ഒരു കാര്യങ്ങളാണ് നോക്കുന്നത്. Nobody is caring about the gospel should spread. അപ്പം ഇവിടെ നാളെ പോയി കഴിഞ്ഞപ്പോൾ ഇവന് വരുമാനമില്ല. അതുകൊണ്ട് എങ്ങനെ എന്തെല്ലാം കുമ്പ്രാണ്ട ഉണ്ടാക്കിയിട്ട് വട്ടം പിടിച്ചു നിർത്താൻ പറ്റുമോ? They try that. ഇന്ന് അതിന്റെ പറയുന്ന ജനം ഓരോ ആൾക്കൂട്ടമുണ്ട്. ആൾക്കൂട്ടം അല്ല വിഷയം. You have to spread the gospel. You have to tell them that Christ who gave life for you. ലോകം അറിയണം സ്വാർത്ഥതയില്ലാത്ത യേശുവിനെ. സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കാൻ വരാത്ത യേശുവിനെ ലോകം അറിയണം. പരാജയമില്ലാത്ത
ഇന്ന് പോട്ടെ, പെന്തക്കോസ്തിലെല്ലാം പട്ടം വെച്ച് അവരുടെ സാമ്രാജ്യം കെട്ടുക. ചില പറയുന്നത് എന്നിട്ട് പ്രസംഗിക്കുക, ഓ പണ്ട് നിമ്രോദ് എന്നോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഗോപുരം, നീ അതിനേക്കാൾ വലിയ ഗോപുരമാണ് ഉണ്ടാക്കുന്നത്. യു ആർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ലോർഡ്. നീ ചിന്തിക്കുന്നു, നടക്കുന്നു, നീ കന്യകയാണ്. യു ആർ നോട്ട് ഈവൻ ദാറ്റ്. ഗോ തകർന്നവർ 100 കണക്ക്. ഞാൻ നോക്കും, ഞാൻ ആ ജോസ് പാസ്റ്ററോട് തരം വി ഹാഡ് ദ സിങ്ക് ഓഫ് സ്പിരിറ്റ്. പോകുന്നിടത്തെല്ലാം വിശ്വാസികളുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഐ ക്യാൻ സീ ബ്രോക്കൺനെസ്. ദൈവം നോക്കാം, മിനിസ്ട്രി ചെയ്യുന്ന ആൾക്കാരെ പറയുന്നത് ചർച്ചിൽ വന്ന കൂട്ടായ്മയുണ്ടോ? ഇല്ല. വന്ന സൊസൈറ്റി വുമനായി സൊസൈറ്റി മെനായി വന്ന് കാണിച്ച്, വസ്ത്രവും കാണിച്ച്, ഒരു പാട്ടും അലങ്കാരവും കാണിച്ച് തിരിച്ചു പോവാ. There is no fellowship. ചെറിയ ഫെലോഷിപ്പ് വന്ന് ആഹാരം തിന്നിട്ട് പോകുന്നതല്ല ഫെലോഷിപ്പ്. നീ വന്ന് മുഴങ്ങാനും ഇടയ്ക്ക് ഒരുമിച്ചിരുന്ന കുടുംബത്തോടുകൂടെ കരം ചോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് അവരുടെ സങ്കടത്തിൽ കരയുന്നത്, അവരോടൊപ്പം ആരാധിക്കും. നീ ഒന്ന് പ്രാർത്ഥിച്ചു പോയിക്ക്, ആ വീട്ടിൽ എന്തൊരു സന്തോഷമായിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച 12 മണി വരെ തിരിച്ചിവിടെ വന്നിട്ട് ടെക്സ്റ്റ് ചെയ്തു. കാരണം ചർച്ചയിൽ പോകുന്നുണ്ട്, എല്ലാം ആക്റ്റീവാണ്. ഫെലോഷിപ്പ് എന്ന് പറയുന്ന ജീവനം. പകൽക്കാലം അതുകൊണ്ട് ബൈബിൾ പറയുക, എന്തിനാ നിന്നെ വിളിച്ചത്? വളരാൻ. അനേക വിചാരം വളർന്ന് ചർച്ചയിൽ പോയത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചർച്ചയിൽ പോകുന്ന പാടില്ല. സമ്പൂർണതയായ ക്രിസ്തുവിന്റെ അളവ് എന്താ? ക്രിസ്തുവിന്റെ സമ്പൂർണത തന്നെത്താൻ പോറൗട്ട് ചെയ്തു. He's no more there. അവൻ കട്ടായി, അവൻ രണ്ടായി, എന്നുള്ളത് ഇല്ലാതായി, അവൻ മരിച്ചു, അവൻ ദൈവമേ അല്ലാതെയായി എനിക്ക് വേണ്ടി. അവൻ തന്നെത്താൻ പ്രൊജക്ട് ചെയ്തില്ല. നിങ്ങൾ നോക്കിയ യേശു എവിടെങ്കിലും അറിയപ്പെടുന്നു കാണുമ്പോൾ he just went away from there. അങ്ങനെയല്ലേ നിങ്ങൾ നോക്കിയത്? Anywhere he was public ആകുമ്പോൾ just let us please. No, എനിക്ക് ഇവിടെ മാത്രമല്ല, വേറെ ഇടത്തും ദൈവ ശുശ്രൂഷ. ഇന്ന് പബ്ലിസിറ്റിയോ ആൾക്കാർ കൂട്ടുന്നു, ആൾക്കൂട്ടമോ ജനം തടിപ്പോന്ന്, അങ്ങനെ അല്ലാതെ അവിടെ സത്യം വ്യാപരിക്കണമെന്നില്ല. നീ തെറ്റിപ്പോകും. ചതി, മനുഷ്യന്റെ ചതി നിന്നെ കൂട്ടി നിർത്തിയിട്ട് നിന്റെ ദശാംശം കിട്ടാനുള്ള പരിപാടി. അതുകൊണ്ട് ബൈബിൾ പറയുന്ന അലംഭാവത്തോടെ ഭക്തി വലിയ ആദായ മാർഗമാണ്. നോക്കൂ, ഈ നഗരത്തിൽ എത്രയോ നേഴ്സിംഗുണ്ട്. ഇന്നലെ പോയി പാടുമ്പോഴും ജനത്തിൽ ആത്മാവുള്ള ആളാതെ വിട്ടുകൊടുത്തോണ്ട് ജനം പാടും. സോ മച്ച് ഹാപ്പി യെസ്റ്റർഡേ. പക്ഷെ നമ്മൾ പോയി ചടങ്ങ് നടത്തി മനസ്സിലാക്കില്ല. ഞാൻ ചടങ്ങ് നടത്താതെ പവർഫുൾ വർഷിപ്പായിട്ട് മാറിയ they are wanting to dance, they are praising. എത്ര നഴ്സിംഗ് ഉണ്ട്. ഈ ഞായറാഴ്ച നമ്മൾ സമയം കളഞ്ഞു പോകുമ്പോൾ ആ സമയത്ത് എവിടെയൊക്കെ ഒന്ന് പോയി ആരാധന നടത്തിയത്. താങ്ക് യു ഫോർ ഡോക്ടർ അവിടെ ദൂരെ നിന്ന് വന്നു, വചനം ഷെയർ ചെയ്തു. നമ്മുടെ വചനത്തിന്റെ മനോഹാരിതയില്ല. when you are obedient, God will come down. ദൈവം ഡോക്ടർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആൾക്കാർ വിളിക്കുക, പ്രാർത്ഥിക്കുക. ഡോക്ടർ സോ ദാറ്റ് നീ പോയി പ്രാർത്ഥിക്കുമ്പോ ചലനം നടക്കും. ഈ ഫിലദൽഫിയ കീഴ്മേ മറിയും. ജീസസ് അറിയുമ്പോഴും യേശുവിനെ കാണിക്കാൻ ആരുമില്ല. അവിടെ നമ്മൾ ടാലന്റ് കാണിക്കാനല്ല ഇവിടെ പോകുന്നത്. Who cares whether we know to sing or not? We want to lead them to worship the Lord. ദൈവത്തെ കാണാൻ അവരെ ധരിക്കണം. ഈ ദിവസം കർത്താവ് അതിനായി നമ്മെ തുണയ്ക്കട്ടെ. നോക്കേണ്ടതിന് താഴെ വഹിക്കുമ്പോൾ അമ്മ സ്വതം ചെയ്യുന്നു. അങ്ങനെ ഉപദേശത്തിന്റെ കാറ്റിന് അലഞ്ഞു പോകാതെ ശിശുക്കളായിരിക്കാതെ വളരാൻ വേണ്ടി ദൈവസ്ഥാനങ്ങളാക്കിയ സഭയില് അവൻ 15-ാമത്തെ വാക്യം കീ വയസ്സ് എന്തിനാ? സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. ആർക്കും വൈരാഗ്യത്തിലോ കെട്ടിപ്പിടിച്ചോട് പറയുന്ന ആരെയും താഴ്ത്തി കെട്ടിയല്ലേ ഞാൻ ഈ പറയുന്നത്. സ്നേഹത്തില് we love them. അവർ അറിയണം സ്നേഹിക്കുന്നു. ബിക്കോസ് ക്രൈസ്റ്റ് വരുന്നത് എല്ലാവരെയും വിളിച്ച് സ്ഥാനപ്പെട്ടവരെല്ലാം കൊണ്ടുപോകാനല്ല. വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഇവരെ റോയൽ പുഷ്കുടിനെ തിരഞ്ഞെടുത്തിരിക്കുക. അടുത്ത താഴ് വായിക്കുമ്പോൾ അവൻ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകണം. അതിനുവേണ്ടിയാണ് ദൈവം വിളിച്ചേക്കുന്നത്. അങ്ങനെ ശരീരം മുഴുവനും യുക്തമായി ചേർന്നിട്ട് ഏക ശരീരം അവൻ ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ വളർച്ച പ്രാപിക്കുന്നു. That is why God has called us to grow into the growth. അവനിൽ വളരാൻ, അവനോളം വളരാൻ,
മടങ്ങി വരട്ടെന്നുള്ള ബന്ധത്തിൽ ഈ മാസം പറഞ്ഞത് യു നീഡ് ഹെഡ്ജ് അറൗണ്ട് യു ഫോർ യു ഗ്രോത്ത്. എന്നാൽ പലപ്പോഴും ഹെഡ്ജ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും. ഞാൻ ഈ പറയുന്ന ഹെഡ്ജ് നമ്മൾ കണ്ടു, യോബിനെ കുറിച്ച് വായിച്ചു കാണാനിടയായി. പക്ഷെ അതിനകത്ത് മറന്നു കിടക്കുന്ന മർമ്മങ്ങൾ ഹോളി സ്പിരിറ്റിനെ കാണിക്കാൻ പറ്റുള്ളൂ. നമ്മളത് വായിക്കാനിടയായി. ഹെഡ്ജിനെ കുറിച്ച് വായിക്കും. നമ്മൾ വായിച്ച വാക്യം ഒന്ന് വായിക്കാം. ജോബിന്റെ പുസ്തകം 1:10 ഒന്ന് വായിച്ചാട്ട്. ജോബ് 1:10. യോബിന്റെ പുസ്തകം 1:10. Have you not put a hedge around him, his household and everything he has? You have blessed the work. You have blessed the work of his hands, so that his flocks and herds are spread throughout the land. മതി, ഒന്ന് ശ്രദ്ധിക്കണം. നീ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. ആ സാത്താൻ ആ കാര്യം പറയുന്നതിന് മുമ്പ് തെളിവിക്കണം. അതിനു മുമ്പ് ദൈവം എന്തോ അവനെ കുറിച്ച് പറയുന്നു നോക്കി. The Lord said unto Satan, Hast thou considered my servant Job, that there is none like him in the earth? ദൈവം പറയാ, നീ എന്റെ ദാസനായി ജോബിന്റെ മേല് ദൃഷ്ടി കണ്ണു വെച്ചോ. ഈ ദൈവം പോലെ നമ്മൾ വേറെ ആരും ആശ്രയിക്കല്ലേ. കണ്ണ് വെച്ചാൽ ഇത് പ്രവാചകർക്ക് കൂടുതലല്ലോ. നിന്റെ ദൈവം എന്ന് പറയുന്നത് നിന്റെ മേൽ കണ്ണ് പിശാച് നോക്കിയാൽ ദൈവത്തിന് അറിയാം. നീ കണ്ണ് വെച്ചോ. ചോദിക്കുക, അടുത്ത വാക്യം പറഞ്ഞാട്ട്. There is none like him in the There is none like him. ഇത് മനുഷ്യരല്ല പറയുന്നത്. കൂടെ ജീവിച്ചവരോ ഒന്നോ വീട്ടുകാരോ ഭാര്യയോ മക്കളോ എന്നോ പറയുന്നത്. ദൈവം പറയാം, there is none like him. വായിച്ചോ. A perfect and an upright man. Perfect, upright man. One that feareth God. One that fears God. And flees evil. Flees evil. Perfect, upright, fears God, flees evil. പാപം കാണുമ്പോൾ കൂടെ ഓടുന്നതല്ല. പോത്തോണെ അവിടെ ദൈവം പറയുന്നത് അവന് ഇത്ര ആടുമാടുണ്ടല്ലോ, ഇത്ര ധനമുണ്ടല്ലോ ഒന്നുമല്ല ദൈവം പറയുന്നത്. അന്നേരം സാത്താൻ പറയുന്ന മറുപടി നോക്കിയേ, വെറുതെയാണോ അവൻ അങ്ങനെയായിരിക്കുന്നത്? എങ്ങനെ? പെർഫെക്റ്റ്, അപ്രൈറ്റ്, ഫിയറിംഗ് ഗാഡ്, ഫ്ലീയിങ് ഈവൽ. യു ഹാവ് ബിൽഡ് എ ഹെഡ്ജ് അറൗണ്ട്. പക്ഷെ നമ്മൾ മിക്കവാറും കാണുന്നത് എന്തോന്നറിയാമോ? അവന്റെ സമ്പന്നതയെ കാണുന്നത്. സമ്പന്നതയ്ക്ക് ചുറ്റും പേര് ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ സമ്പന്നതയ്ക്ക് ചുറ്റും പേര് ഉണ്ടായതുകൊണ്ട് അവൻ വിശ്വാസത്തിൽ നിൽക്കണമെന്നില്ല. ഞാൻ പഠിപ്പിക്കാം. സമ്പന്നതയിൽ വേലി കെട്ടിയല്ലായിരുന്നു ആ വേലി. നീ വായിച്ചു, നമുക്ക് നോക്കാം. ആ അധ്യായത്തിന് ഏറ്റവും ലാസ്റ്റ് പോകാം. ഒറ്റയടിക്ക് അവനെല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ട് അത് കാണാൻ പറ്റും. അതിന്റെ 1-ാം അധ്യായത്തിന്റെ അങ്ങനെ സാത്താൻ അവിടുന്ന് പോയി താഴോട്ട് പോകുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ ഒരു ദൈവം സാത്താനോട് 12-ാം വാക്യം മുതൽ വായിക്കാം. ഇങ്ങനെ പറയുന്നു, ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യില് ഇരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ. നമ്മൾ കാണുന്ന വേലി ഒറ്റ വേലിയുള്ളൂ. ദൈവത്തിന് പല ലെയർ ഓഫ് വേലിയുണ്ട്. പല ലെയർ ഓഫ് വേലി. നിന്റെ ഭക്തിക്ക് സ്നേഹത്തിന് ചുറ്റും ദൈവത്തിന് ഒരു കെയറിന്റെ ഹെഡ്ജ്, അതാണ് ഫേവർ. പിന്നെ നിന്റെ ആരോഗ്യത്തിന് ചുറ്റും ഒരു ഹെഡ്ജ്, അല്ലേ? പിന്നെ നിന്റെ സമ്പന്നതയ്ക്ക്, തലമുറയ്ക്ക് ചുറ്റും ഹെഡ്ജ്, നിന്റെ സമ്പന്നതയ്ക്ക് ചുറ്റും ഹെഡ്ജ്, നിന്റെ കുടുംബത്തിന് ചുറ്റും ലെയർ ഓഫ് ഹെഡ്ജ് ഒത്തിരി. നോക്കണം, ആദ്യത്തെ ലെയർ അങ്ങോട്ട് പൊളിക്കുമ്പോൾ എന്താ പറയുന്ന ഒരു കാര്യം? ഡു നോട്ട് ഇവൻ ടച്ച് ഹിം. അവന്റെ മേലെന്ത് ചെയ്യരുത്? തൊടല്. അവന്റെ ശരീരത്തെ തൊടല്, അല്ലേ? എന്തും സംഭവിച്ചു നോക്കൂ. അങ്ങനെ അവൻ സ്വന്തം സാത്താൻ ഇതായിരിക്കും പുറപ്പെട്ടു, സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. 13-ാമത്തെ വാക്യം, 13th verse. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ ഇയ്യോബിന്റെ അടുക്കൽ അവന്റെ അടുക്കൽ വന്ന് കാടുകളെ പൂട്ടുകയും പെൺകഴുതുകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ശെബായർ വന്ന് അവയെ കൊണ്ടുപോവുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം പോരുന്നു. അവന്റെ പൊസഷൻ അവൻ നഷ്ടപ്പെടുകയാണ്. അടുത്തത്, അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ അടുത്തും ഓടി വരികയാ. വന്ന്
ദൈവത്തിന്റെ തീ, കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസ്, ദൈവത്തിന്റെ തീ. ദൈവം തീ അയച്ച് നശിപ്പിക്കുമായിരിക്കും, പക്ഷെ ദൈവം അനുവദിക്കാതൊന്നും ചെയ്യാൻ പറ്റില്ല. സാത്താൻ അത് വരുത്തുന്നത്. ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് വീണ് കത്തി. പിശാചൊന്നും കത്തുന്നില്ല, ആകാശത്തു നിന്ന് വീണ് കത്തി. ആടുകളും വേലക്കാരും അതിനിരയായി വിവരം നിന്നെ അറിയിക്കാൻ ഞാൻ ഒരുത്തൻ മാത്രം ഓടിപ്പോയി. നാച്ചുറൽ കലാമിറ്റി വരിക. നീ അടുത്തത്, അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. പെട്ടെന്ന് കൽദയർ കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെ വായിലെ വാഴ്ത്തയാൽ കൊല്ലുകയും ചെയ്തു. അറ്റാക്ക് ഫ്രം അതേഴ്സ്. ശത്രുതാക്കളുണ്ട്. ഇത്ര പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ദൈവത്തിന് നമ്മുടെ ഈ അടുത്തോട്ട് വായിച്ചു വരുമ്പോ വായിക്കുക. വെട്ടിക്കൊല്ലുകയും ചെയ്യും. ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കും, മറ്റൊരുത്തൻ വന്ന് നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് കൊടുങ്കാറ്റ്, വീണ്ടും നാച്ചുറൽ കലാമിറ്റി, കൊടുങ്കാറ്റ് വന്ന് വീട്ടിന്റെ 4 മൂലയ്ക്കും അടിച്ചത് അവിടെ മേൽ വീണെല്ലാം ചതഞ്ഞു മരിച്ചു. വിവരം അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം എന്ത് ചെയ്തു? അടുത്ത വാക്ക് നിന്നൊന്ന് വായിക്കണേ. അപ്പോൾ യോബ് എഴുന്നേറ്റു, വസ്ത്രം കയറി, ചങ്ക് പൊടയ, വേദന സഹിക്കാൻ കഴിയാത്ത മാനസിക വേദന വരുമ്പോഴാണ് മനുഷ്യർ ചെയ്യുന്നത്. പഴയ നിയമകാലം വസ്ത്രം വലിച്ചിട്ട് മെന്റൽ ആഗ്നിയുടെ ആതീയത്തിന് വസ്ത്രം വലിച്ചു കയറി. അങ്ങനെ നോക്കണേ, ദൈവത്തിന്റെ ഫേവർ ആകുന്ന വേലി അവന് ചുറ്റുമുണ്ടായിരുന്നപ്പോൾ അവൻ പറയുക, അപ്പോൾ വസ്ത്രം കീറിയിട്ട് സാഷ്ടാംഗം വീണ് ആരാധിക്കുക. ദൈവത്തിന്റെ ഫേവറിന്റെ വേലി നിനക്ക് ചുറ്റുമുള്ളപ്പോൾ എല്ലാ തകർച്ചയും നീ ഡിപ്രസ് ആയിട്ട് വന്ന് ആരാധിക്കുകയും സ്തുതിക്കുകയും വായടച്ചിരിക്കുകയല്ല, കവിഞ്ഞു വീണ് ആരാധിക്കുക. അതിന് മുമ്പ് നേരെ നിന്ന് ആരാധിക്കുമ്പോ വീണ് കിടന്ന്, അതാ ഫേവർ. അടുത്തത് പറയുക, നഗ്നനായി ഞാൻ നമ്മുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോ യഹോവ തന്നു. അറിവ് നോക്കി, നീ കാടിനെ തന്ന എന്റെ കഴിവല്ല, ഞാൻ നേടിയതല്ല, എന്റെ പ്രഭാവമല്ല, എന്റെ ബുദ്ധിയല്ല, കഴിവല്ല, ദൈവം തന്നു. യഹോവ അവൻ തന്നു. യഹോവ അതൊരു സാത്താനെ ഒന്നും പോപിച്ചാൽ എടുക്കണേ, യഹോവ സമ്മതിക്കാതെ എന്ത് ചെയ്യത്തില്ല. അന്നേരം അവന് ഫേവർ മാറിയാൽ സംസാരം മാറുന്നുള്ളൂ. ഞാൻ കാണിക്കാം. അവൻ സ്വന്തം ചെയ്യുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം ആരാധിക്കപ്പെടുമാറാകട്ടെ. ദൈവ ഫേവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ആരാധിക്കപ്പെട്ടു. വേലി നേരത്തെ പൊളിഞ്ഞില്ലേ? ഈ വേലി ഡിഫറെന്റ് വേലിയാണ്. ഞാൻ ആത്മീക വളർച്ചയ്ക്ക് പറയുന്ന വേലി ഡിഫറെന്റ് വേലിയാണ്. സാത്താൻ പറഞ്ഞപ്പോ ദൈവം ചില വേലികൾ പൊടിച്ചു, നാശങ്ങൾ വന്നു. പക്ഷെ അവന്റെ വിശ്വാസത്തിന് ചുറ്റും, അവന്റെ ഭക്തിക്ക് ചുറ്റും, ദൈവത്തിലുള്ള സ്നേഹത്തിന് ചുറ്റുമുള്ള വേലി പൊളിഞ്ഞില്ലായിരുന്നു. മനസ്സിലായോ? ദൈവത്തെ സ്നേഹിക്കുന്ന കുഞ്ഞ വേലികൾ. ഫേവർ കരോട്ടുണ്ട് ബ്യൂട്ടിഫുൾ സോങ്. അതുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് അന്വേഷിക്കുന്നു. ഫേവർ പരിചയ കൊണ്ടെന്ന പോലെ, ഷീൽഡ് എന്ന കൊണ്ടുപോലെ നീ എന്നെ മറച്ചു. ഫേവർ എന്താണ് വായിക്കും? അടുത്ത് അവൻ സ്വന്തം വാഴ്ത്തപ്പെടുന്ന ഇതിലൊന്നിലും യോബ് 22 പാപം ചെയ്യുകയോ ദൈവത്തിന് ആരോപിക്കുകയോ ചെയ്തില്ല. ഞാനിപ്പോൾ പറയും, തകർച്ചകൾ ജീവിതത്തിൽ വന്നപ്പോൾ വേലി പൊളിച്ചില്ല. വേലി പൊളിച്ചിട്ട് തള്ളി പറഞ്ഞേ, വേലി ലഭിച്ചതിനെ പറഞ്ഞ ഈ വിശ്വാസം വേണ്ടാന്ന് പറഞ്ഞേ, ഇദ്ദേഹത്തെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞേ. ഫേവർ വിശ്വാസമെല്ലാം കള്ളമാണെന്ന് പറഞ്ഞേ. ഫേവർ വളർച്ചയ്ക്ക് എനിക്ക് ഫേവർ വേണേ, ആ വേലി വേണേ. വേലി കെട്ടണേ യേശുവേ, വേലി കെട്ടണേ. സമ്പത്തിന് ചുറ്റുമല്ല കർത്താവേ പറയുന്നത്, എന്റെ ജോലിക്ക് ചുറ്റുമല്ല, എന്റെ ആരോഗ്യവുമല്ല, നിന്നോടുള്ള സ്നേഹത്തിന് ചുറ്റും ഒരു വേലി കെട്ടണേ കർത്താവേ. കേളു പറഞ്ഞ ഏറ്റവും വലിയത് എന്താ?
ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോൾ അവനെ ആനന്ദിപ്പിക്കാൻ നീ എന്തും ചെയ്യും. നിന്റെ റെസ്റ്റ് നിനക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞു, ഏതും തോട്ടത്തില് പകലന്തിയോളം തോട്ടം കാപ്പാൻ ദൈവം മനുഷ്യനെ ആക്കിയ വർക്ക് ഈസ് ordained and ordered by God. വേല ഒരിക്കലും പാപമല്ല. എപ്പോഴാ വേല ഡ്രഡ്ജറി ആയെന്നറിയാമോ? പാപം ചെയ്ത ശേഷമാ. മുള്ളും പറക്കാരെയും ഭൂമി കിളിപ്പിക്കാൻ തുടങ്ങി. മനുഷ്യന് വേല അരാജകത്വമായി. ഇന്ന് വേല ബ്ലസ്സഡാ. വേല ചെയ്ത് കഷ്ടപ്പെട്ട് ആദമും ഒവ്വയും വൈകുന്നേരം ആവുമ്പോഴാ വേല 5 മണി വരെ വേല ചെയ്യുമ്പോ പുള്ളിക്കാരൻ വരും, ദൈവം വരിക. Did ever they feel hatred? No. ഓടി അവന്റെ അടുത്ത് ചെല്ലും. പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴോ തേജസ് നഷ്ടപ്പെട്ടപ്പോഴോ ഇന്ന് ലോകത്തിൽ മുഴുവൻ ഒരു ചോദ്യം, മനുഷ്യ സ്നേഹിക്കുന്ന ദൈവത്തെ in his omniscience God know that they sinned. എന്നിട്ടും തേടി വരുന്ന സ്നേഹം, ബൈബിൾ പഠിപ്പിക്കുന്ന സ്നേഹം ഇത് അറിയണം. ചുമ്മാ പ്രീച്ച് ഗാഡ് എല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു. ഓടി വരുന്ന മനുഷ്യൻ ഓടി വരാൻ കഴിയാതെ കാരണം ഫേവറിന്റെ വേലി പോയി. തേജസ് പോയി എന്ന് പറയുന്നതാ. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതാവുമ്പോ ദൈവസന്നിധി വരാനായിട്ട് തോന്നത്തില്ല. പെർമനൻസ് ഇല്ല. ദൈവത്തെ സ്നേഹം എന്തുവാ സ്നേഹം? സിമ്പിളാ സ്നേഹിക്കാന്ന് പറയുന്നത്. അവനെ ഉണർത്തി രാവിലെ അവനെ കാത്തിരിക്കുക, അവനോട് സംസാരിക്കാൻ. അവൻ ഇപ്പം എനിക്ക് ജനങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ജോലി എങ്ങനെ സ്നേഹിക്കണം. He knows. He finds way to make her joyful and happy. നീ ഒരാളെ സ്നേഹിക്കുമ്പോൾ ഇതേപോലെയാണ് കുടുംബജീവിതത്തിൽ പോകാൻ കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം. നമ്മൾ യഥാർത്ഥ സ്നേഹം സ്നേഹിക്കുന്ന ആളിനെ എങ്ങനെ അതില്ലാതെ വരുമ്പോൾ സ്നേഹമില്ല. ഇന്ന് പകൽക്കാലം പറയാൻ കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണേ. ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും ജീവൻ തൊഴിലാണ്. അത് ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധമാണ്. അത് പരിപാലനമാക്കി വളർത്താൻ ചർച്ചകളിൽ കഴിയണം. എന്നാൽ മാത്രമേ എഴുതുക. സമയം പറഞ്ഞു എനിക്ക് പറയാൻ. അപ്പം ഈ താഴ് വായിക്കുമ്പോൾ ഇങ്ങനെ പിറ്റേ അധ്യായത്തിൽ പോകുമ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്തത് രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ചാപ്റ്റർ നമ്പർ 2. ലെറ്റ്സ് ഗോ ടു ജോബ് ചാപ്റ്റർ നമ്പർ 2 അവിടെ വായിക്കുമ്പോൾ വീണ്ടും പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാര് എവിടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ എവിടെ സന്നിധിയിൽ ചെന്നു. ഈ സൈറ്റൻ അപ്രോച്ചസ് ഗോഡ്. നിങ്ങൾക്ക് അടിക്കാൻ പറ്റാത്തത്, പക്ഷേ he goes there any moment. എന്നിട്ട് യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നത് ചോദിച്ചതിന് ഞാൻ ഭൂമിയിൽ എന്നും പുള്ളിയുടെ ഉത്തരം ഒന്നേ ഉള്ളൂ. സ്ട്രേറ്റ് ഫോർവേഡ് ഉത്തരം പുള്ളിക്ക് ഇല്ല. ഞാൻ എല്ലായിടത്തും ഊടാടിയിട്ട് വരുന്നു. അപ്പോൾ സാത്താനോട് എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? നോക്കണം, ഇത്രയും തകർത്തിട്ടും അവന് സന്തോഷമുണ്ടോ നോക്കി. നിന്നെ നെല്ലിക്കുന്ന നിന്റെ അവൻ അടിത്തറ മാന്തിയാൽ പിശാച് ഹാപ്പിയാകത്തില്ല. നിന്നെ ഉടച്ച് തകർത്ത് നിരാശയുടെ നെല്ലിപ്പല കാണിച്ചാൽ നിന്നെ നരകത്തിയിലെത്തിക്കുന്നവരെ ഹാപ്പിനെസ് ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആക്സിഡന്റ് വരുത്തുകയോ കാലൊടിക്കുക അതൊന്നും അല്ല വിഷയമുള്ളൂ. തലമുറയെ 10 എണ്ണത്തിലേക്ക് കൊന്നില്ലയോ? എന്നിട്ട് അവൻ ഹാപ്പി. എപ്പോഴാ അവൻ ഹാപ്പിയാകും? നിന്നെ എന്നെ നരകത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ അവൻ ഹാപ്പിയാവും. അവനൊരിക്കലും ചെയ്യും നിത്യ നരകത്തിലേക്ക് ഞാനും നിങ്ങൾ അവനോട് കൂടെ പോകണം. നടക്കാം. ദൈവത്തിന്റെ പ്രവൃത്തിയെ നശിപ്പിക്കണം. അറുക്കാനും മുടിക്കാനും കൊല്ലാനും അല്ലാതെ ദുഷ്ടൻ വരുന്നില്ല. നോക്കോ. എന്നിട്ട് ദൈവം ചോദിക്കുക യഹോവ സാത്തോട് എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? വീണ്ടും ദൈവം പറയാം അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ല. എന്നൊരു പ്രവണത ദൈവം പറയുന്നത്. കാരണം ഇതെല്ലാം സംഭവിച്ചത് കണ്ടു. യഹോവ തന്നു, യഹോവ എടുത്തു. സ്നേഹം നമുക്ക് പറ്റുമോ? അവൻ അടുത്തത് എന്നിട്ട് അടുത്ത് പറയാം. ദൈവം പറയാം, സങ്കടത്തോടെ പറയാ അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അത് വലിയ ഫേവർ. വിശ്വാസം ത്യജിക്കാതിരിക്കുന്നത് ഫേവറാ. ഹോൾഡിംഗ് ഓൺ ടു ഹിസ് ഫെയ്ത്ത്. കുഞ്ഞെ വിശ്വാസം മുറുകെ പിടിക്കുന്ന ഫേവർ.
വേലി പലതുണ്ട്. യോബ് ഇപ്പൊ വേലി പിടിക്കാൻ കാരണം നമ്മളൊക്കെ കേസ് ചെയ്തേ. കാരണം എല്ലാ ദിവസവും രാവിലെ അടിച്ച് പിള്ളേരെ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ പേര് ഒന്നിനെ വെച്ച് ഓരോരുത്തർക്ക് ഞാൻ കഴിക്കുന്നതിനപ്പുറം പ്രാർത്ഥിച്ച് എന്തിയ ദൈവം എന്റെ പിള്ളേർ ചോദിച്ചു നെഞ്ചത്തടിച്ച് ദൈവത്തെ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. ഫേവർ ദ ഹെഡ് ഓഫ് ഫേവർ. മനസ്സിലാവുന്നോ? ഫേവർ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ സമ്പത്തിന് ചുറ്റുമുള്ള വേലിയല്ല ഞാൻ ഈ പറയുന്നത്. നിന്റെ വിശ്വാസത്തിന്, നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് ചുറ്റുമുള്ള വേലി. That should not be dependent upon what you have or how God bless you. നിന്നെ അനുഗ്രഹിക്കുന്നതിനെ ആസ്പദമാക്കിയല്ല ആ വേലി. ഇതാട് വായിക്കാം. എന്നിട്ട് ദൈവം സങ്കടത്തോടെ പറയുന്ന നോക്കിക്കോണേ, അവൻ ഭക്തി മുറുകെ പിടിച്ചോണ്ട് വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു. ഒരു കാര്യം ഓർക്കണം, ദൈവം ഒരു പരീക്ഷ അനുവദിച്ചാൽ നിന്നെ തകർക്കാനല്ല. അവൻ സങ്കടമാണ്, എന്റെ വേദന, എന്റെ ദൈവത്തിന് ഭാരം. നിന്റെ സങ്കടം മൊത്തം ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവത്തെ ഞാൻ ഇത്രയും ചെയ്യുന്നത്. സ്വർഗത്തിൽ ഇരുന്നേയും നിന്നെ അറിയാതിരിക്കുകയും ചെയ്യുന്ന ദൈവമല്ല. ദൈവത്തിന് നന്നായി നീ വെറുതെ എന്നെ സമ്മതിപ്പിച്ചു. നീ സാത്താൻ നോക്കിയവന് അവൻ ആരാധന ശ്രദ്ധിച്ചേ. സാത്താൻ യഹോവയോട് ത്വക്കിന് പകരം ത്വക്ക്. അവൻ നമുക്ക് സമയമല്ലേ, അവൻ സ്വന്തം ചെയ്യുന്നു. ത്വക്കിന് പകരം ത്വക്ക്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. ജീവനത്തോടെ attack his body. He will reject everything. ഞാൻ പറയുന്ന ഹെഡ്ജിനെ കുറിച്ചുള്ള അറിവിന് വേണ്ടി ഇന്ന് മനുഷ്യർക്കുള്ള വാഹനത്തിന് അപകടം വരാതെ എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് വെച്ചു, എന്റെ സമ്പത്തിന് വെച്ചു. അതല്ല കുഞ്ഞ്, അതൊന്നും ഇല്ലെന്ന് സാരമില്ല. എന്റെ ഫെയ്ത്ത് വെച്ചിട്ട് നിന്നിൽ വളരാനുള്ള, നിന്നെ സ്നേഹിക്കാനുള്ള ആ മനസ്സ് വെച്ചിട്ട് ആ വെയിൽ മാത്രം പൊളിക്കാതിരുന്നാൽ മതി. ബാക്കിയെല്ലാം പോയാലും നിന്നെ പറയാതിരിക്കാൻ, നിന്നെ റിജക്ട് ചെയ്യാതിരിക്കാൻ. ഏത് ഡിപ്രഷനിലും, ഏത് തകർച്ചയിലും, ഏത് കയ്പിലും എന്തിനാ നിന്റെ ദൈവത്തിന് ചുറ്റും മനുഷ്യൻ പരിഹസിച്ച് ചോദിക്കുമ്പോഴും എന്റെ ദൈവമോ സ്വർഗത്തിൽ ഉണ്ടെന്ന് പറയാനുള്ള വിശ്വാസം. അതിനു ചുറ്റും പേര് കേട്ടാൽ നാം പ്രാർത്ഥിക്കണം എന്ന് പറയാം. അവൻ നീ നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയെ മാംസം ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയുന്നു. ഉത്തരം പറഞ്ഞു. ചെയ്ത് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്ന അറിയാമയായിട്ടല്ല. God knows his honesty. നിന്നെ ഒരു വേള തകർച്ചയെക്കൂടെ വിട്ടാൽ അപ്പന്റെ കഴുതിന് പേരുണ്ട്. നീ പിടിച്ചു നിന്നാൽ നിന്നെ പരിച കൊണ്ടെന്ന പോലെ പറയും. നിന്നെ വിധിക്കാൻ നിന്റെ കൂട്ടുകാരൊക്കെ വന്ന് നിന്റെ കുറവില്ല. കർത്താവിന് അറിയാം. നീ സങ്കടത്തിൽ എന്തെങ്കിലും വാക്ക് പറഞ്ഞു പോയാൽ കർത്താവിന് അറിയാം. അവൻ അടുത്ത വാക്യം വായിക്കുമ്പോൾ യഹോവ സാത്താൻ ഇതാവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ ജീവനെ മാത്രമല്ല. വേലി, ജീവനും ചുറ്റും മാത്രം വേലിയുണ്ട്. അതാ നമ്മുടെ സൊസൈറ്റിയൊക്കെ എൻജോയ് ചെയ്യുന്ന വേലി. കൗണ്ടുകളെല്ലാം ജീവൻ പോകുന്നില്ല. ജീവന് ചുറ്റും ഒരു വേലി, ഭക്തിക്ക് ചുറ്റുകൊണ്ട് വേലിയുണ്ട്. അങ്ങനെ സാത്താൻ ഇവിടെ സന്നിധി വിട്ടുപോയിട്ട് പുറപ്പെട്ടു പോയി. ഒരു സാറ്റിസ്ഫൈ നിന്റെ മെന്റലായി കത്താൽ തൃപ്തി വരാത്തവനാ സാത്താൻ. അമ്മ എന്നിട്ട് പറയാ, യോബിനെ ഉള്ളങ്കാലം മുതിർന്നുറുക വരെ പരു, അകത്തും പുറത്തും പരു. നമ്മുടെ തകച്ചാൽ ഒരു കാലം രണ്ടിടത്ത് മാത്രം പെയിന് ചോദിച്ചു. അതിനോട് ചോദിച്ചില്ല, തകച്ചാൽ ചോദിച്ചില്ലായിരുന്നു. പ്രശ്നം അങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിക്കാണിതായത്. മനുഷ്യൻ ഉച്ച മുതൽ സോളം വരെ നോക്കണേ. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടി വീട്ടിൽ പോലെ ചാരത്തിൽ ചാരമിരുന്ന തൊഴുത്തിന്റെ പുറകിൽ ചാരമിടുന്ന തോന്നിരുന്നു. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് വെറുതെ അല്ലടാ ദൈവം നിന്റെ പുറമുണ്ടാകുന്ന എല്ലാ ഭാര്യ ഉൾപ്പെടെ പറഞ്ഞു. ഇനിയും ചില പറയും ഒരാളെ പ്രസംഗിക്കുന്നത് ഭാര്യ സാക്ഷി വേണ്ട, ഭാര്യയുടെ സാക്ഷി വല്ല വേണ്ട, ദൈവത്തിന് സാക്ഷി വേണ്ട. ഭാര്യ എന്തും പറയും. അവൻ സ്വപ്നം ചെയ്യുന്നു. അവൻ എന്ത് പറയും, നീ ഇനി നിന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നോ, ദൈവത്തെ ത്യജിച്ചു വന്നു മരിക്കണ. സ്വന്തം സ്നേഹിക്കുന്നു. അവരുടെ ഈ പറഞ്ഞ ഭൂമിയിൽ ഭാര്യയൊക്കെ സ്നേഹിച്ചു, ഭർത്താവൊക്കെ സ്നേഹിച്ചു. ഒരു ദൈവം മാത്രമേ
ലോകത്തിൽ അപ്പനും കാണില്ല, അമ്മയും കാണില്ല, സ്വന്തക്കാരും കാണില്ല. ഉണയുമ്പോൾ തള്ളിക്കളയുന്നുണ്ട്. അവൻ അവളോട് അതിന് പറയാ, അവൻ ഗ്രേസ്, അതാ ഫേവർ വേലി. അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും യോബ് അതരങ്ങളാൽ എന്ത് ചെയ്തില്ല, പാപം ചെയ്തില്ല. എന്നിട്ട് അവന്റെ കൂട്ടുകാർ വരികയാ, 3 സ്നേഹിതർ കണ്ടിട്ട് അവനെ തിരിച്ചറിഞ്ഞില്ല. 11-ാം വാക്യം, അവർ കണ്ടിട്ട് ഉറക്കെ കരഞ്ഞു. ഇവൻ കരയുന്നില്ല കേട്ടോ, ഇവൻ കരയാൻ തുടങ്ങിയ പിന്നീട് അവരുടെ ഫ്രണ്ട്സ് അല്ല നിനക്ക് വേണ്ടത്. നീ പലപ്പോഴും ഫ്രണ്ട്സിന് വേണ്ടി ആരാധനയും ദൈവത്തിന്റെ സ്നേഹവും കളഞ്ഞു ഓടും. യു മേക്കിംഗ് എ ബിഗ് ഗ്രീവിയസ് മിസ്റ്റേക്ക്. ഫ്രണ്ട്സും ദൈവവും വന്നാൽ ദൈവത്തെ ഫ്രണ്ട്സ് വന്നിട്ട് നല്ല ഫ്രണ്ട്സായി. ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ആരും നിനക്ക് പുറത്തേക്ക് കിട്ടാൻ പോകുന്നില്ല. നോക്കിയേ, അവർ അകലെ വെച്ച് നോക്കിയാലേ ഫ്രണ്ട്സ് അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ കരഞ്ഞു, അവരുടെ ഡ്രസ് അവർ വലിച്ചു കീറി, പൊടി വാരി മേലോട്ട് തലഹിനീരെ വിതറി. അവന്റെ വ്യസനം, വേദന യോബിനെ കണ്ടിട്ട്, അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ, നിങ്ങൾ ആരെങ്കിലും പോയിരിക്കോ, സോൾ തൊട്ട് ഹെഡ് വരെ പൊട്ടി ചലമൊഴിക്കുക, ഒലുക. നീ അടുത്ത കാണാം അടുത്ത വേലി. ഇപ്പം ഫ്രണ്ട്സ് അല്ല, കർത്താവ് ഫേവർ. അത് പിശാനുഭവിക്കാൻ പറ്റിയല്ല. ഫേവർ മാറ്റിക്കഴിഞ്ഞപ്പോൾ 1-ാമത്തെ വാക്യം 3-1, അനന്തരം യോബ് സ്നേഹിതർ വന്നു കഴിഞ്ഞപ്പോൾ, നമ്മൾ സ്നേഹിതല്ലേ വഴിയോ, നല്ല സ്നേഹിക്കുന്ന ആരാണ്ടായിരുന്നു. അനന്തരം യോബ് വായി തുറന്ന് തന്റെ ജന്മദിവസത്തെ ശപിച്ചു. കുഞ്ഞേതിയ മക്കളെ തിരിച്ചറിയ വളർച്ച എന്ന് പറയുന്നത് കൂട്ടുകാരോ നാട്ടുകാരോ ഫേവർ, ദൈവത്തിന്റെ ഫേവർ. വിശുദ്ധ എല്ലാം തകർന്നടിയപ്പോഴും അതാ ജോസഫ് കണ്ടത്. സ്ലേവായിട്ട് കിടക്കുമ്പോൾ യഹോവ അവനോട് കൂടെ ഇരുന്നത്. ഫേവർ അവൻ കഴിച്ചില്ല, അവന്റെ പ്രസായില്ല, അവളെ എക്സൽ ചെയ്തു. എന്നിട്ട് ഏത് ബ്രോക്കൺനെസ്സിൽ നീ എക്സൽ ചെയ്യണം. അതാ ഫേവർ. ഫേവറുള്ളപ്പം ദൈവത്തെ തള്ളി പറയത്തില്ല. അവന് ചെയ്യാത്ത കൂട്ടത്തിന് അവനെ തലവറയെ കൊണ്ടിടുന്നു. അല്ലേ? വേലിയുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. ആരെങ്കിലും കണ്ട് മേയാൻ പറ്റുന്നു, ചെയ്യാത്തോ. പക്ഷെ അവിടെയും യഹോവ അവനോട് കൂടെ ഇരുന്ന് ഫേവറാണ്. അവിടെയും ആ പ്രസിഡന്റ് അവൻ സ്വന്തം ചെയ്യുന്നു. ആ കമ്മീഷണർ അവനെ സഹകരിപ്പിക്കും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഇതൊന്നും പ്രീച്ച് ചെയ്യപ്പെടുന്നു. അനേകം മിറക്കിൾ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. കുഞ്ഞെ, നീ ജീവിതത്തിൽ കൂടി ഏത് കൂടെ പോയാലും you love the Lord. He gave his life for you. Love him with all your heart, all your mind, all your strength. കൈവിടത്തിൽ നമുക്കൊരു ഗാനം പാടി